ഞാൻ ഇച്ചിരി മീൻ പീര തോരൻ വയ്ക്കാൻ പോവുകയാണ്. തോരനെന്ന് പറയാം, പീര വറ്റിച്ചെന്നും പറയാം. ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഇട്ട്, ഇച്ചിരി ഉള്ളി ഇട്ട്, എല്ലാവരും ഉണ്ടാക്കും, പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട്, ശകല ഉലുവപ്പൊടി, പച്ചമുളക് മതി. ഞാൻ ഇതൊന്ന് കറക്കിയിട്ട് വരാം. ഇത് മീൻ പീരയ്ക്ക് മാങ്ങ, പച്ചമുളക്, കറിവേപ്പില, പച്ചത്തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലോട്ടിടാം, ഒന്നിച്ചിടാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് അരപ്പ് ചതച്ചുകൊണ്ടൊന്ന് ഒഴിക്കാം. പച്ചമുളക് മതി ഇതിനെ. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇതിലിത്തിരി മുരിങ്ങയ്ക്കായും പച്ചക്കായും കൂടെ ഇടാം. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അരപ്പെല്ലാം കൂടെ കൂട്ടി യോജിച്ച് എന്നിട്ട് നമുക്ക് മീനിടാം. നെത്തോലി എൻ്റെ എല്ലാം മുള്ള് കളഞ്ഞ്, എല്ലാം മുള്ള് കളഞ്ഞതാണ്. നമുക്കിത് ഉടയാത്ത രീതിയിൽ ശരിയാക്കി എടുക്കാം. കുറച്ച് മതി, പച്ചക്കറിയെല്ലാം ഉണ്ടല്ലോ. ഇത് കണ്ട മുള്ളിളക്കിയിട്ടും നല്ല ഓരോന്നും തന്നെ ഇരിക്കുന്നുണ്ട്. പൊടിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇരുന്ന് ആറുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റും. ഇത് കണ്ട, മീൻ പീരയെന്ന് പറയും, മീൻ തോരനെന്ന് പറയും, മീൻ പറ്റിച്ചതെന്ന് പറയും. ഒരെണ്ണം പോലും പൊടിഞ്ഞിട്ടില്ല. കണ്ടോ, മുള്ളെടുത്തതാണ്, എന്നിട്ടും പൊടിഞ്ഞിട്ടില്ല. എല്ലാം റെഡിയായി. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, സൂപ്പറാണ്. മുരിങ്ങയ്ക്ക ഇടാം, മാങ്ങ ഇടാം, പച്ചത്തക്കാളി ഇടാം, മുരിങ്ങയ്ക്ക, മാങ്ങ, പച്ചത്തക്കാളി, പച്ചമുളക് എല്ലാം ഇടാം. ഓക്കേ.